Hi friends, myself Safad and welcome to my channel SM Techie. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കോവിൻ സർട്ടിഫിക്കറ്റ് അല്ലെ കോവിഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്കൊരു നമ്മുടെ പേഴ്സിലോ അല്ലെ വാലറ്റിലോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ നമുക്കൊരു ATM കാർഡിൻ്റെ സൈസിലേക്ക് എങ്ങനെ നമുക്കത് കംപ്രസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ഈ ഒരു കോവിഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഒരു PDF ഫയലായിട്ടായിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലൊരു PDF ഫയലാണ് നമുക്ക് സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു PDF റീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡിജി ലോക്കറോ അല്ലെങ്കിൽ അതുപോലുള്ള ആരോഗ്യ സേതു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു PDF റീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ഈ ഒരു PDF റീഡറൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ പീപ്പിളിനെ സംബന്ധിച്ച് അതൊരു ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. കാരണം ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഒരു വ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് തന്നെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഇത്രയും ലെങ്തി ആയിട്ട് ഒരു A4 ഷീറ്റിൻ്റെ സൈസോളം ഉണ്ട് ഇത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ പോകാതെ ഡേറ്റാസ് ഒന്നും ലോസ്റ്റ് ആകാതെ എങ്ങനെ നമുക്ക് ഇതിനെ ഒരു ATM കാർഡിൻ്റെ സൈസിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PDF ഫയൽ, പിന്നെ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് .pdf ആണ്. ഈ ഒരു PDF ഫയലിനെ നമ്മളൊരു ഇമേജ് ഫയലിലേക്ക് ആദ്യമേ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഓൺലൈൻ ടൂളുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ PDF റീഡർ ടു JPG ഫയലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു JPG ഫയലാണ് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫയലെന്ന് പറയുമ്പം ഇതിൻ്റെ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡേറ്റാസും സിമിലർ ആയിട്ടുള്ള ഡേറ്റാസ് തന്നെയാണ്. ഒരു ഇതും റെസൊല്യൂഷൻ ഒന്നും തന്നെ ചേഞ്ച് ഉണ്ടായിട്ടില്ല, ഒരു ഡേറ്റയും ലോസ്റ്റും ആയിട്ടില്ല. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു PDF ഫയലിനെ നമ്മളൊരു JPG ഫയലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാർകോഡോ QR കോഡ് റീഡർ ഒന്നും തന്നെയും നമുക്ക് ലോസ്റ്റ് ആകാതെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയായിരിക്കും നമ്മളൊരു ATM കാർഡിൻ്റെ സൈസിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ATM കാർഡിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 5.5 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8.5 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷനാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു JPG ഫയലിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മൾ വേറെ രീതിയിലുള്ള ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു PDF ഫയലിനെ ഞാൻ ആദ്യമേ ഫസ്റ്റ് ഈ ഒരു JPG ഫയലിനെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്യണം. ഇപ്പോൾ 2 പേജായിട്ടാണ് എനിക്ക് വേണ്ടത്, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഈ ഒരു പ്രോസസ്സിനെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്തു. നമുക്ക് വേണ്ട ഡേറ്റാസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഞാനിങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഗോയിങ് ഓൺ ആണ്. ഞാനതിന് വേണ്ട ഡേറ്റാസ് മാത്രം. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡേറ്റാസ് ഒന്നും ലോസ്റ്റ് ആകാതെ, ഈ ലോഗോയൊന്നും ലോസ്റ്റ് ആകാതെ രീതിയിൽ തന്നെ വേണം നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള സ്പേസ് 2 സൈഡിലും ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ക്രോപ്പ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി ഞാൻ സേവ് ചെയ്യാണ്. കോപ്പിംഗ് പ്രോസസ്സ് ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ ഒരു ഇപ്പോൾ 01 എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് സൈഡ്, ഇപ്പോൾ 01 ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ സേവ് ചെയ്യുകയാണ്. ഓക്കെ, JPG ആയിട്ട് തന്നെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഉണ്ടോ, നമുക്ക് സേവ് ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് നമുക്ക് സേവ് ചെയ്ത് കിട്ടി. നമ്മുടെ ഡേറ്റാസ് ഒന്നും തന്നെ നമുക്ക് ലോസ്റ്റ് ആയിട്ടില്ല, റെസൊല്യൂഷൻ ഒന്നും തന്നെ പോയിട്ടില്ല, എക്സാക്റ്റ് ക്ലാരിറ്റി തന്നെ നമുക്ക് ആ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്ക് സൈഡാണ് നമ്മളിനി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ഒരു മെയിൻ ഫയലിനെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് എനിക്ക് കോപ്പി ചെയ്തെടുക്കണം. കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ക്രോപ്പ് ചെയ്യാണ്. ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ബാക്ക് സൈഡിൽ വേണ്ടത് നമ്മുടെ QR കോഡും അതുപോലെ തന്നെ ആ കോവിൻ്റെ ഡേറ്റയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ ആ ഒരു പോർഷൻ മാത്രം ഞാൻ സ്ക്രോൾ ചെയ്തെടുത്തു. സ്ക്രോൾ ചെയ്ത് നമ്മുടെ QR കോഡൊന്നും പോകാത്ത രീതി വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റാസും ഇതിനകത്ത് ഇപ്പം നമ്മുടെ കോവിൻ്റെ ഒരു ലോഗോ ഉണ്ട്, അതുപോലെ QR കോഡ് റീഡറുണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു പിക്ചറുണ്ട്. ഇതൊന്നും തന്നെ പോകാത്ത രീതി വേണം നമ്മളിത് എടുക്കാൻ. ക്രോപ്പ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഈ ഒരു വാലിഡിറ്റിയുടെ ഈ ഒരു URലൂടെ പോകാത്ത രീതി വേണം നമ്മളത് സെലക്ട് ചെയ്തെടുക്കാൻ. സെലക്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സൂടെ എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കോപ്പി ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് എനിക്ക് വേണ്ടത് റെക്കോർഡ് ഫയലിൻ്റെ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിനെ ഒന്ന് സേവ് ചെയ്യുന്നത് ഇപ്പം ബാക്ക് 2 എന്നോ വല്ലതും ഞാൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അതും JPG ഫയലിൽ തന്നെ വേണം സേവ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ
കാർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡ് പോർഷനും ഉണ്ട്. ഇത് ബാക്ക് സൈഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്, നമ്മുടെ റെസൊല്യൂഷൻ ഒന്നും തന്നെയും പോയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടും ബാക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ ഒരു ATM കാർഡിൻ്റെ സൈസിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു വേർഡ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5.5 സെൻറ്റിയും ലെങ്ത്ത് എന്ന് പറയുന്നത് 8.5 സെൻറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ബ്ലാങ്ക് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കൺവേർട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ്റെ ഓൾറെഡി ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേർഡ് ഫയലിനകത്തുനിന്ന് ഇൻസേർട്ട് ബട്ടൺ എടുത്തു. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ബട്ടൺ എടുത്തതിന് ശേഷം നമ്മുടെ പിക്ചർ ഇപ്പോൾ നമ്മൾ JPG ആയിട്ട് സേവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റിക്വേർഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 01 ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ സേവ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ആദ്യമേ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് പോർഷൻ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എനിക്കൊരു വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡറും സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എനിക്കിതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു പോർഷനിൽ ഹൈറ്റ് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 സെൻറ്റി ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് വേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 8.5 സെൻറ്റിയും കൂടെ ഞാനിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടണിൽ തന്നെ സൈസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യാം. ഈ സൈസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വേർഡ് ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചേഞ്ച് ആകത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ തന്നെ ചേഞ്ച് വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു സൈസിനെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടാബ് സെലക്ട് ചെയ്ത് കിടക്കുമായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് അൺലോക്ക് ചെയ്തേക്കുക. അതിനെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 സെൻറ്റിയാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഓൾമോസ്റ്റ് 8.5 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കാർഡിൻ്റെ സൈസ് ഫ്രണ്ട് പേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡേറ്റാസ് ഒന്നും തന്നെയും പോയിട്ടില്ല, റെസൊല്യൂഷനും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ബോർഡർ ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു ബോർഡറാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് എന്തെങ്കിലും ഇതൊരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഇപ്പം നമ്മുടെ ഫ്രണ്ട് പേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത് 02 ബാക്ക് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഫയലിനെ കൂടെ ഞാൻ സെലക്ട് ചെയ്യണം. ബാക്ക് 02 എന്ന് പറയുന്ന ഫയലിനെ ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിനെ കൂടെ എനിക്ക് ഈ ഒരു കറസ്പോണ്ടിങ് റേഷ്യോയിൽ തന്നെ എനിക്കിത് കിട്ടണം. അതിനുവേണ്ടി ഞാനിത് ഡയറക്റ്റ് സെയിം സ്കെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5.5ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 8.5 സെൻറ്റി തന്നെയാണ്. ഇവിടെ നമ്മുടെ ആ ഒരു സൈസ് ആസ്പെക്ട് റേഷ്യോ അൺലോക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വേണ്ട ഹൈറ്റിൽ നമുക്കതിനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്ററൂടെ. ഓക്കെ, ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു ബോർഡറോട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ട് പോർഷനും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും നമ്മുടെ റെസൊല്യൂഷനൊന്നും പോകാതെ തന്നെ നമുക്ക് 2 പോർഷനും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ലാമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും നമുക്കൊരു ഫോട്ടോഷോപ്പിലോ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ലാമിനേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.